മാതാപിതാക്കൾ ശിക്ഷിച്ചു എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ വാസ്തവത്തിൽ ശിക്ഷിക്കില്ല. നോർമലി മാതാപിതാക്കൾ ശിക്ഷിക്കാറില്ല. അവർ ചെയ്യുന്നത് ഡിസിപ്ലിനിങ് ആണ്. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും വീണ്ടും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ ഫാമിലി, യു ആർ വെൽക്കം. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനം പഠിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. ഈ സമയത്ത് ലൈവ് ചാറ്റിൽ കാണുന്ന വ്യക്തികൾ നിങ്ങൾ ഡീറ്റെയിൽസ് ഇടുക. ലെറ്റ്സ് ഓൾ കം ടുഗെദർ. ആമേൻ. നമുക്ക് ഇന്ന് ഒരു പവർഫുൾ വേർഡാണ് പാസ്റ്റർ നമ്മളോട് സംസാരിക്കാൻ പോകുന്ന ഡിസിപ്ലിൻ, ശിക്ഷണം. അത് നമ്മുടെ ലൈഫിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിനെക്കുറിച്ചെല്ലാം നമ്മളിന്ന് അറിയാൻ പോവുകയാണ്. കർത്താവിൻ്റെ വചനം നമ്മൾ രുചിച്ചറിയാൻ പോവുകയാണ്. ലെറ്റ്സ് ഗെറ്റ് റെഡി. അപ്പോൾ തന്നെ ഇന്നത്തെ ഒരു കീ സ്പോൺസറുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ഉഷ ദേവി സിസ്റ്ററാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇന്ന് നിശാന്തിൻ്റെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ദ ഡേ നിശാന്ത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പെർമനൻറ്റ് ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അത് കൊടുക്കണമേ, അതിനു വേണ്ടിയുള്ള വഴികൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ദൈവിക ആരോഗ്യത്തിൽ മകൾ വളരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഉഷ ദേവി സിസ്റ്റർ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ വലിയ കരം ഈ കുടുംബത്തിന് മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല അനുഗ്രഹത്താൽ ഇവർ മുൻപിലേക്ക് പോകട്ടെ. കർത്താവെ, ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഇതുപോലെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ ആഴ്ചയിൽ നമുക്ക് പവർഫുൾ മീറ്റിംഗ്സ് ആയിട്ട് നടക്കുന്നു. ഈ വീക്കെൻഡിൽ നമുക്ക് ദ ഗ്യാദറിംഗ് ഇംഗ്ലീഷ് സർവീസ് ട്രിവാൻഡ്രത്തിൽ കഴക്കൂട്ടത്തിൽ വെച്ച് നടക്കുന്നു. സോ വി വെൽക്കം യു. അപ്പോൾ തന്നെ എല്ലാ ഫ്രൈഡേയ്സും നമുക്ക് ഒരു പുതിയ പോഡ്കാസ്റ്റ്, സത്യം പറയട്ടെ, ഓപ്പൺ ടോക്ക്, അത് നടക്കുന്നു. സോ അതെല്ലാം നിങ്ങൾ കാണുന്നുണ്ട് എന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് ചോദിക്കുകയാണ്. ഐ നോ യു ആർ ഓൾ വാച്ചിങ്, ബട്ട് ഒത്തിരി പേരിലേക്ക് അത് എത്തിക്കുക. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. ഓരോ ചുവടും അത്ഭുതമേ, യേശു തരും അനുഭവമേ, നന്ദി ചൊല്ലി തീർക്കുവാൻ ആവതില്ല തെല്ലുമേ. ഓരോ ചുവടും അത്ഭുതമേ, യേശു തരും അനുഭവമേ, നന്ദി ചൊല്ലി തീർക്കുവാൻ ആവതില്ല തെല്ലുമേ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ, വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ, വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. നിത്യസ്നേഹമേ, നിലനിൽക്കും സ്നേഹമേ, നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. നിത്യസ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ, നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ. ഓ യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിയിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവയ്ക്കും. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിയിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചൂടുമതി, യേശു എൻ്റെ കൂടെ മതി. ഓ അന്ത്യം വരെ ആ ചൂടുമതി, ഓ യേശു എൻ്റെ കൂടെ മതി. അന്ത്യം വരെ
വെൽക്കം ബാക്ക്. എല്ലാവരും ഒന്ന് ദൈവസന്നിധിയിലൊന്ന് സന്തോഷിച്ചേ. കർത്താവ് നമുക്കുണ്ടെന്നേ. കർത്താവ് സിംഹാസനത്തിലിരിക്കുന്നിടത്തോളം നമുക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഹീ സ്റ്റിൽ ഓൺ ദ ത്രോൺ. ഇന്ന് മാർച്ച് 17 ആൻഡ് ഇറ്റ് ഈസ് ട്യൂസ്ഡേ. മാർച്ച് 17 ചൊവ്വാഴ്ച. ഫോക്കസ് വേർഡ് നിങ്ങളുടെ പേജ് എടുക്കുക. ആ പേജിൽ ഡിസിപ്ലിൻ, ശിക്ഷണം, അച്ചടക്കം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഹീബ്രൂസ് 12:11 ഫോക്കസ് വേർഡ്സായിട്ട് നമുക്കുള്ളത്. ഫോക്കസ് വേർഡാണ് ഡിസിപ്ലിൻ. എബ്രായ ലേഖനം 12:11 കാണുന്നത് നോ ഡിസിപ്ലിൻ സീംസ് പ്ലസൻറ്റ് അറ്റ് ദ ടൈം. ഒരാൾക്കും, അപ്പം ഈ മലയാളം ബൈബിളിൽ ചിലതിലൊക്കെ ശിക്ഷ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശിക്ഷയല്ല പറയേണ്ടത്, ശിക്ഷണം ആണ്. ശിക്ഷ എന്ന് പറഞ്ഞാൽ പണിഷ്മെൻറ്റ്, പെനാൽറ്റി, അതാണ്. ഇവിടെ ഡിസിപ്ലിൻ എന്ന വേർഡിന് കുറച്ചുകൂടി നല്ല വാക്ക് ശിക്ഷണമാണ്. അത് ശിക്ഷയല്ല. നോ ഡിസിപ്ലിൻ സീംസ് പ്ലസൻറ്റ് അറ്റ് ദ ടൈം. ആർക്കെങ്കിലും ശിക്ഷണം ലഭിക്കുമ്പോൾ അതൊരിക്കലും നല്ലതായിട്ട് ആർക്കും തോന്നാറില്ല. ടീച്ചേഴ്സ് നമ്മളെ ശിക്ഷണം നടത്തുമ്പോൾ, പാരൻസ് ശിക്ഷണം നടത്തുമ്പോൾ, ആര് ചെയ്ത, മുതിർന്നവർ ചെയ്താലും ആര് ചെയ്താലും നമുക്കത് ഇഷ്ടമല്ല. പൊതുവേ മനുഷ്യർക്ക് ഇഷ്ടമല്ല. ബട്ട് പെയിൻഫുൾ. മാത്രമല്ല പലപ്പോഴും അത് വേദനാജനകമായിട്ട് നമുക്ക് തോന്നും. Later on, however, it produces a harvest of righteousness and peace for those who have been trained by it. എന്നാൽ പിന്നീട് നമുക്ക് മനസ്സിലാകുന്നത് ഒരു എങ്ങനെയാണ്, ഹാർവസ്റ്റ് ഓഫ് റൈച്ചസ്നസ്, നീതിയുടെ കൊയ്ത്ത് അതിൽ നിന്ന് ലഭിക്കും. അതുപോലെ സമാധാനത്തിൻ്റെ കൊയ്ത്ത് ലഭിക്കും. ഫോർ ദോസ് ഹു ഹാവ് ബീൻ ട്രെയിൻഡ് ബൈ ഇറ്റ്, അതിനാൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക്. അപ്പോൾ ഒരു ഡിസിപ്ലിനറി ആക്ഷനിലൂടെ അല്ലെങ്കിൽ ഡിസിപ്ലിനിങ്ങിലൂടെ പോയവർക്ക്, ഈ ഡിസിപ്ലിനിലൂടെ പോകുന്നവരാണ് ഡിസൈപ്പിൾസായി മാറുന്നത്. ഇത് രണ്ടും റിലേറ്റഡാണ്. പിന്നീട് അതിനാൽ പരിശീലനം ലഭിച്ചവർക്ക് അത് നീതിയുടെ കൊയ്ത്തായി മാറും. എന്ന് വെച്ചാൽ നീതിയുടെ വിളവെടുപ്പാണ് അതിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. ഡെക്ലറേഷൻ നോക്കുക. ഐ എംബ്രേസ് ഡിസിപ്ലിൻ ടുഡേ. ഞാൻ ഇന്ന് ശിക്ഷണത്തെ ആലിംഗനം ചെയ്യുന്നു, അല്ലെങ്കിൽ ശിക്ഷണത്തെ സ്വീകരിക്കുന്നു. ഇറ്റ് ഷേപ്സ് മീ ഇൻ ടു എ സ്റ്റേബിൾ ബിൽഡർ ഇൻ ഗോഡ്സ് കിങ്ഡം. ദൈവരാജ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പണിക്കാരനായി അതെന്നെ മാറ്റും. എന്ത് മാറ്റും? ഡിസിപ്ലിൻ. ബൈബിൾ റീഡിംഗ് പ്ലാൻ നോക്കി വായിച്ച് ടിക്ക് ചെയ്യുക. ഡിസിപ്ലിനെ കുറിച്ച് 4 കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഡിസിപ്ലിൻ ഷേപ്സ് ക്യാരക്ടർ. ശിക്ഷണമാണ് സ്വഭാവ രൂപീകരണത്തിന് ഉതകുന്നത്, അല്ലെങ്കിൽ ശിക്ഷണത്തിലൂടെ സ്വഭാവ രൂപീകരണം നടത്തുന്നു. ഡിസിപ്ലിൻ ഈസ് നോട്ട് പണിഷ്മെൻറ്റ്, ഇറ്റ് ഈസ് ട്രെയിനിങ്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. തമ്മിൽ തെറ്റിദ്ധരിക്കരുത്. മാതാപിതാക്കൾ ശിക്ഷിച്ചു എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ വാസ്തവത്തിൽ ശിക്ഷിക്കില്ല. നോർമലി മാതാപിതാക്കൾ ശിക്ഷിക്കാറില്ല. അവർ ചെയ്യുന്നത് ഡിസിപ്ലിനിങ് ആണ്, എന്ന് വെച്ചാൽ ശിക്ഷണമാണ്. എന്നാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അല്ലെങ്കിൽ കോടതിയിൽ ചെന്നാൽ അവിടെ എനിക്ക് തോന്നുന്നില്ല ഈ ഡിസിപ്ലിനിങ് ഒക്കെ നടക്കുമെന്ന്. ഇപ്പം അങ്ങനെ അറിഞ്ഞുകൂടാ. സാധാരണ അവിടെ ശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ചെയ്യുന്നത്. ഇവന് ഇത്ര വർഷത്തെ തടവ്, ഇയാൾക്ക് ഇത്ര വർഷത്തെ കഠിന തടവ്, ഇയാൾക്ക് ജീവപര്യന്തം, ഇങ്ങനെയൊക്കെ ശിക്ഷ വിധിക്കുക ചെയ്യുന്നത്. അത് പണിഷ്മെൻ്റാണ്, അത് പെനാൽറ്റിയാണ്. എന്നാൽ ഒരു ഭവനത്തിൽ മാതാവോ പിതാവോ മിക്കവാറും അധ്യാപകരും ഒക്കെ ചെയ്യുന്നത് നോർമലി ശിക്ഷണം ആണ്. ഈ വ്യത്യാസം ഭയങ്കരമാണ്. 1-2 അക്ഷരങ്ങൾ വ്യത്യാസമുള്ളൂ, പക്ഷേ അതിൻ്റെ അപ്രോച്ച്, അതിൻ്റെ റിസൾട്ട് എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകത, ഗോഡ് ഡിസിപ്ലിൻസ് ദോസ് ഹി ലവ്സ്. ദൈവം സ്നേഹിക്കുന്നവരെയാണ് ശിക്ഷണം നടത്തുന്നത്. ബിക്കോസ് ഹി ഈസ് ഷേപ്പിംഗ് ദം ഇൻ ടു മച്യൂരിറ്റി. അവരെയാണ് ദൈവം പക്വതയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നത്. ഹീബ്രൂസ് 12:6 നോക്കാമോ? എബ്രായ ലേഖനം 12:6 ദ ലോർഡ് ഡിസിപ്ലിൻസ് ദ വൺ ഹി ലവ്സ്. താൻ സ്നേഹിക്കുന്നവർക്ക് അവൻ ശിക്ഷണം നൽകുന്നു. അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ
കൗലഡേയന്മാരത്രേ. അതിൽ NIV ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് യു ആർ ഇല്ലെജിറ്റിമേറ്റ് ചിൽഡ്രൻ എന്നാണ്. എന്ന് വെച്ചാൽ വിവാഹബന്ധത്തിന് വെളിയിൽ ജനിച്ചവരാണ് നിങ്ങൾ. KJVയിലാണെന്ന് തോന്നുന്നു അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ബാസ്റ്റേഡ്സ് എന്നാണ്, ജാരസന്തതികൾ എന്നാണ്. എന്ന് വെച്ചാൽ നേരെ മാതാപിതാക്കൾക്ക് ജനിച്ച കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും ഡിസിപ്ലിൻ ചെയ്യും. അയൽപ്പക്കത്തെ കുഞ്ഞുങ്ങളെയല്ല, സ്വന്തം കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഡിസിപ്ലിൻ ചെയ്യുന്നത്. നമ്മൾ ചിലരെ ഡിസിപ്ലിൻ ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവരെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മക്കളല്ലെന്നർത്ഥം. നമ്മുടെ മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരവാദിത്തമാണ് ഡിസിപ്ലിൻ ചെയ്യുക. Proverbs 12:1 സദൃശവാക്യങ്ങൾ 12:1 whoever loves discipline loves knowledge. Whoever loves discipline loves knowledge. ശിക്ഷണത്തെ സ്നേഹിക്കുന്നവർ പരിജ്ഞാനത്തെ സ്നേഹിക്കും. കാരണം ഈ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ കോംപ്രിഹെൻഷനാണ്. കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുന്നത് അവിടെയാണ്, പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെയാണ്. 2 Timothy chapter 1 verse number 7. 2 തിമോത്തിയോസ് 1:7 God has given a spirit of power, love and self-discipline. കണ്ടോ? അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും, ഒരു സ്ഥലത്ത് സുബോധത്തിൻ്റെയും എന്നാണ്, ചില സ്ഥലത്ത് ഇന്ദ്രിയജയത്തിൻ്റെയും എന്നാണ്. ശരിക്കും അവിടെ വന്നിരിക്കുന്ന സെൽഫ് ഡിസിപ്ലിൻ, സ്വയ ശിക്ഷണം. നാം നമ്മെ തന്നെ ശിക്ഷണം നടത്തുന്നു. വിതൗട്ട് ഡിസിപ്ലിൻ ടാലൻറ്റ് കൊളാപ്സസ് അണ്ടർ പ്രഷർ. ഇനി നാം ശിക്ഷണം നടത്തുന്നില്ലെങ്കിൽ, ഡിസിപ്ലിൻ എടുക്കുന്നില്ലെങ്കിൽ, നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കഴിവുകളും വലിയ സമ്മർദ്ദത്തിലായിപ്പോൾ. എന്ന് വെച്ചാൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു പാഠവും നൈപുണ്യവും കഴിവും ഒരിക്കലും പ്രയോജനപ്പെടുകയില്ല. ക്യാരക്ടർ ഗ്രോസ് വെർ ഡിസിപ്ലിൻ ഈസ് പ്രാക്ടീസ് ഡെയിലി. ദിവസവും പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ, ശിക്ഷണം, ഡിസിപ്ലിൻ, അച്ചടക്കം ദിവസവും പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്വഭാവം വളർന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും നമുക്കറിയാം, നമ്മുടെ മുറ്റത്ത് ആരും വളർത്താതെ വളരുന്നതെല്ലാം കളയാണ്. എന്നാൽ നമ്മളായി തന്നെ പൂച്ചെടികളോ ഒക്കെ വളർത്തുകയാണെങ്കിൽ അത് നമ്മുടെ കൾട്ടിവേഷനാണ്. ഇപ്പോൾ ക്യാരക്ടറിന് കൾട്ടിവേഷൻ ആവശ്യമാണ്. അതല്ലെങ്കിൽ ദുസ്വഭാവങ്ങളും അഡിക്ഷൻസും ഇതൊക്കെയായിരിക്കും നമ്മൾ വളരാൻ പോകുന്നത്. വീഡ്സ് പോലെ വളർന്നുകൊണ്ടിരിക്കും. കായിക താരങ്ങളെ നോക്കണം. കായിക താരങ്ങൾ ഇന്ന് മൂടുണ്ട്, ഇന്ന് ട്രെയിനിങ്ങിന് പോകാം, പരിശീലനത്തിന് പോകാം, അങ്ങനെയാണ്. അവരൊക്കെ ചെയ്യുന്നത് മൂടുണ്ടെങ്കിലും മൂടില്ലെങ്കിലും റെഗുലറായി ദിനംതോറും അവരവരെ തന്നെ ഡിസിപ്ലിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് റെഡിയായിക്കൊണ്ടേയിരിക്കും. എല്ലാ ദിവസവും കോമ്പറ്റീഷൻ ഉണ്ടോ? നോ. എല്ലാ ദിവസവും ടൂർണമെൻ്റ് ഉണ്ടോ? നോ. എല്ലാ ദിവസവും മാച്ച് ഉണ്ടോ? നോ. പക്ഷേ ഈ കോമ്പറ്റീഷൻ വരുന്നതിന് മുമ്പ് ഇവർ ഡിസിപ്ലിനിങ്ങിലൂടെ അവർ സ്ട്രെങ്ത്തും കഴിവുകളും റെഡിയാക്കി തയ്യാറായി നിൽക്കും. അത്രത്തോളം ഡെയിലി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസിപ്ലിൻ പ്രിപ്പേഴ്സ് യു ഫോർ ബാറ്റിൽസ് യു കനോട്ട് യെറ്റ് സീ. ഇന്ന് വരെ കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത യുദ്ധങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ ഡിസിപ്ലിൻ നമ്മെ തയ്യാറാക്കിക്കൊണ്ടിരിക്കും. അത് ഉദാഹരണത്തിന് ആർമി. എല്ലാ ദിവസവും ആർമി യുദ്ധം ചെയ്യുവാണോ? നോ. എന്നാൽ എല്ലാ ദിവസവും മാർച്ചും എക്സസൈസും ഭക്ഷണം കഴിക്കുക ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും റെഡിയാണ്. നമ്പർ 2, ഡിസിപ്ലിൻ ക്രിയേറ്റ്സ് സ്പിരിച്വൽ സ്ട്രെങ്ത്. അച്ചടക്കത്തിലൂടെ, ശിക്ഷണത്തിലൂടെ നമുക്ക് എന്തുണ്ടാകുന്നു? ആത്മീയ ശക്തി ലഭിക്കുന്നു. സ്പിരിച്വൽ ലൈഫ് ഗ്രോസ് ത്രൂ കൺസിസ്റ്റൻറ്റ് ഹാബിറ്റ്സ്. വളരെ സ്ഥിരതയാർന്ന ചില ശീലങ്ങളിലൂടെയാണ് എങ്ങനെയാണ് പറയേണ്ടത്, നമുക്ക് ആത്മശക്തി വളർന്നു വരുന്നത്. എനിക്ക് തോന്നുന്നു മെത്തഡിസ്റ്റ് ചർച്ചിൻ്റെ സ്ഥാപകൻ ജോൺ വെസ്ലി ഡിസിപ്ലിൻസ് ഓഫ് എ സെർവൻറ്റ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ഡിസിപ്ലിൻസ് ഓഫ് എ ചൈൽഡ് ഓഫ് ഗോഡ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ചില ടീച്ചിങ്സ് ഉണ്ട്. ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ഒരു ദൈവദാസൻ്റെ ഡിസിപ്ലിൻസ് എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? പ്രെയർ, സ്ക്രിപ്ചർ റീഡിങ്
ഒബീഡിയൻസ് ആർ നോട്ട് ഒക്കേഷണൽ ആക്ട്സ്. പ്രാർത്ഥന എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ പ്രാർത്ഥിക്കുകയല്ല, സദാകാലവും പ്രാർത്ഥിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ക്രിപ്ചർ വചനം വായിക്കുക, എന്തെങ്കിലും തകർന്നു കഴിയുമ്പോൾ ഞാൻ ഒത്തിരി പേര് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, അവരെ ദൈവത്തിലേക്ക് അടുക്കുന്നത് ഇനി ജീവിതം മുന്നിലേക്ക് പോകില്ല, ഒരു സ്റ്റോൺ വാളിൽ ചെന്ന് ജീവിതം ഇടിച്ചു നിൽക്കുമ്പോഴാണ് ദൈവത്തെ വിളിക്കുന്നതും അല്ലെങ്കിൽ ബ്ലെസ്സിങ് ടുഡേ പോലെയുള്ള പ്രാർത്ഥനകളിൽ വരുന്നതും പ്രാർത്ഥിക്കുന്നതെല്ലാം ആ സമയത്താണ്. അപ്പോൾ അതേസമയത്ത് ദിവസവും നമ്മൾ ഈ പ്രാർത്ഥനാ ജീവിതവും ദൈവത്തോടു കൂടി നടക്കുന്നതെല്ലാം പ്രാക്ടീസ് ചെയ്യാമെങ്കിലോ ഈ ക്രൈസിസൊക്കെ ഒഴിവാക്കാം. 1 Corinthians 9:27 ഐ ഡിസിപ്ലിൻ മൈ ബോഡി ആൻഡ് കീപ്പ് ഇറ്റ് അണ്ടർ കൺട്രോൾ. ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചടിമയാക്കുന്നു എന്നാണ് മലയാളത്തിൽ കാണുന്നതെങ്കിലും ഐ ഡിസിപ്ലിൻ മൈ ബോഡി. എൻ്റെ ശരീരത്തെ ഞാൻ ട്രെയിനിങ് നൽകി, ശിക്ഷണം നൽകി അടക്കി നിർത്തുന്നു. യോശുവയുടെ പുസ്തകം 1:8 മെഡിറ്റേറ്റ് ഓൺ ദ വേർഡ് ഡേ ആൻഡ് നൈറ്റ്. രാവും പകലും ദൈവവചനം ധ്യാനിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. ലൂക്ക് 9:23 ലൂക്കോസിൻ്റെ സുവിശേഷം 9:23 ടേക്ക് അപ്പ് യുവർ ക്രോസ് ഡെയിലി ആൻഡ് ഫോളോ മീ. ഓരോ ദിവസവും ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പലപ്പോഴും അല്ല, ദുഃഖ വെള്ളിയാഴ്ചയല്ല, എല്ലാ വെള്ളിയാഴ്ചയുമല്ല, ഏതെങ്കിലും അതുപോലൊരു സീസണിലല്ല, പാഷൻ വീക്കിലല്ല, എല്ലാ ദിവസവും ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ. അവിടെയെല്ലാം ക്രൂശ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് വേണ്ടിയുള്ള സഹനങ്ങൾ ഒരു ഭാഗത്ത്, ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ന്യായപ്രമാണത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, പാപത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതൊക്കെ പറയുമ്പോൾ ഇനി അത് പ്രവർത്തിക്കാതെ വണ്ണം എൻ്റെ കൈകളെ ഞാൻ ക്രൂശിൽ തറച്ചിരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. വളരെ രഹസ്യമായി, വളരെ ശാന്തമായ സ്ഥലങ്ങളിൽ ആരും കാണാതെയാണ് വലിയ ആത്മശക്തി പ്രാപിക്കുന്നത്. മറന്നുപോകരുത്, കൺസിസ്റ്റൻസി മൾട്ടിപ്ലൈസ് സ്പിരിച്വൽ അതോറിറ്റി. സുസ്ഥിരത ആത്മീയ അധികാരത്തെ വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ സ്ഥിരമായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരൊക്കെ അവരുടെ മേലുള്ള ആത്മീയ അധികാര അഭിഷേകം വർദ്ധിക്കും. ഈ നിങ്ങളൊരു പക്ഷേ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ചില സമയത്തൊക്കെ ചില പ്രകൃതി രമണീയമായ ലാൻഡ്സ്കേപ്പുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ടൂറിന് പോകുമ്പോൾ ചിലപ്പോൾ കാണാം പാറക്കൂട്ടങ്ങൾ, അതിൻ്റെ വാലിയിലൂടെ നദി ഒഴുകുന്നു, അതിലൂടെ ചിലപ്പോൾ ബോട്ടൊക്കെ പോകും. അപ്പോൾ ഈ നദി വെള്ളമാണല്ലോ, വെള്ളം എന്ന് പറഞ്ഞാൽ അതിന് വലിയ ശക്തിയൊന്നും സാധാരണ കയ്യിലെടുത്താലില്ല. എന്നാൽ ഈ വെള്ളം ഈ 2 ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന മലയിടുക്ക്, അതിൻ്റെ റോക്ക് വളരെ ഹാർഡ് സർഫേസാണ്. പക്ഷെ അവിടെ സോഫ്റ്റായിട്ടുള്ള ഈ വെള്ളം തുളുമ്പി അല്ലെങ്കിൽ അവിടെ അടിച്ചടിച്ച് അനേക വർഷങ്ങൾ, ചിലപ്പോൾ നൂറ്റാണ്ടിലെടുക്കുമ്പോൾ ആ ഭാഗം ഇങ്ങനെ കാർവ് ചെയ്ത് പോകുന്നത് കാണാം. കുറേ ഭാഗത്തെ പാറ അനേക പ്രാവശ്യം അടിച്ചടിച്ച് അതിന് കുറേശ്ശെയായി തന്മാത്ര കണക്കിനായിരിക്കും ആദ്യം പോകുന്നത്. പോയി അവിടെ കാർവ്ഡായിട്ട് മാറും. അപ്പം അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്നതാണോ? അല്ല. 3 മാസം കൊണ്ട് നടക്കുമോ? അല്ല. പിന്നെ എങ്ങനെയാണ് നടക്കുന്നത്? നിരന്തരമായ ശ്രമത്തിലൂടെ വെള്ളം, പൊതുവെ റോക്കും വെള്ളവും തമ്മിൽ എടുത്താൽ അതിൻ്റെ കാഠിന്യത്തിന് എത്ര വലിയ വ്യത്യാസമുണ്ട്. എങ്കിലും ഈ വെള്ളം റോക്കിനെ കാർവ് ചെയ്യുകയാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും സ്ഥിരതയോടെ നിൽക്കുമ്പോൾ, പല കാര്യങ്ങളും ചെയ്യുമ്പോൾ. ആദ്യം റിസൾട്ട് കണ്ടില്ലെങ്കിലും ചിലപ്പോൾ 1 വർഷം കൊണ്ട് റിസൾട്ട് കാണില്ല, 10 വർഷം കൊണ്ട് റിസൾട്ട് കാണണമെന്നില്ല, അനേക വർഷങ്ങൾ കൊണ്ട് റിസൾട്ട് കാണണമെന്നില്ല. പക്ഷേ ഒരു ദിവസം ചെറുതായി കാണാൻ തുടങ്ങും. അതുവരെ സ്ഥിരമായി ഡിസിപ്ലിൻ ചെയ്തുകൊണ്ടേയിരിക്കുക. ഡെയിലി ഡിസിപ്ലിൻ ഷേപ്സ് സ്പിരിച്വൽ ഡെപ്ത്. ദിനംതോറുമുള്ള അച്ചടക്കം ആത്മീയ ആഴങ്ങളെ കൊണ്ടുവന്ന് തരും. നമ്പർ 3, ഡിസിപ്ലിൻ പ്രൊട്ടക്ട്സ് യുവർ ഫ്യൂച്ചർ. അതുപോലെ ഇന്ന് ഞാൻ എന്നെ തന്നെ അച്ചടക്കത്തിൽ നിർത്തിയാൽ, ശിക്ഷണം ചെയ്താൽ അതിൻ്റെ ഭാവിയെ പ്രൊട്ടക്റ്റ് ചെയ്യും. അൺഡിസിപ്ലിൻഡ് ലൈഫ്സ് ഡ്രിഫ്റ്റ് ഈസിലി ടു ട്രബിൾ. ശിക്ഷണമില്ലാത്ത ജീവിതങ്ങൾ, എങ്ങനെ പറയാം, പതുക്കെ ഒഴുകി ഡ്രിഫ്റ്റ് ചെയ്ത് ഒഴുകിപ്പോയി അത് വലിയ പ്രശ്നത്തിൽ ചെന്ന് കലാശിക്കും.
ഡിസിപ്ലിൻ ക്രിയേറ്റ്സ് ബൗണ്ടറീസ് ദാറ്റ് ഗാർഡ് ഡെസ്റ്റിനി. നമ്മുടെ ജീവിത ലക്ഷ്യത്തെ സംരക്ഷിക്കുന്ന വലിയ അതിരുകൾ കെട്ടിവെക്കുന്ന ക്രിയേറ്റ് ചെയ്യുന്നതാണ് അച്ചടക്കം. സദൃശവാക്യങ്ങൾ 25-28 നോക്കണം. എ പേഴ്സൺ വിത്തൗട്ട് സെൽഫ് കൺട്രോൾ ഈസ് എ സിറ്റി വിത്ത് ബ്രോക്കൺ വാൾസ്. ആത്മസംയമനമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ തുറന്നു കിടക്കുന്ന നഗരത്തോട് തുല്യനാണ്. ഗലാത്യലേഖനം 5:22-23 വരെ വായിക്കുന്ന സമയത്ത് അവിടെ 9 ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ അവസാനം പറയുന്ന ഒന്നാണ് സെൽഫ് കൺട്രോൾ. ഇറ്റ്സ് എ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിൻ്റെ ഫലമാണത്. 1 Timothy chapter 4:7-8. 1 തിമോത്തിയോസ് 4:7-8. ട്രെയിൻ യുവർ സെൽഫ് ടു ബി ഗോഡ്ലി. നീ നിന്നെ തന്നെ ഭക്തനായി ദൈവകൃപയുള്ളവനായി നിന്നെ തന്നെ പരിശീലിപ്പിച്ചെടുക്കാൻ തിമോത്തിയോസിനോട് പറയണം. സോ വെൻ ഡിസിപ്ലിൻ ഗോഡ്സ് യുവർ ലൈഫ്, മെനി അൺനെസസറി പ്രോബ്ലംസ് നെവർ അറൈസ്. നമ്മെ തന്നെ അച്ചടക്കം നടത്തി നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുമെങ്കിൽ അനാവശ്യമായ നിരവധി പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കാലത്തും ദൈവത്തെ വിളിക്കാതെ, ആവശ്യത്തിൽ മാത്രം ദൈവത്തെ വിളിക്കാത്ത ഒരു സ്വഭാവം, അല്ലാത്ത സമയത്ത് ദൈവത്തെ വേണ്ട. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഒരു വീട്ടിൽ സെർവൻ്റായി നിന്നിരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ നിരീശ്വരവാദിയാണ്. ആ വീട്ടിൻ്റെ മുതലാളി ഭയങ്കര വിശ്വാസമാണ്, പുള്ളി പ്രാർത്ഥിക്കുക എല്ലാം ചെയ്യും. പക്ഷേ ഈ മനുഷ്യൻ അവിടെ പറമ്പിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു സെർവൻ്റാണ്. ആ മനുഷ്യന് ദൈവവിശ്വാസം എന്ന് പറഞ്ഞ സാധനമില്ല, നിരീശ്വരവാദിയാണ്. ഇദ്ദേഹത്തോട് തർക്കിക്കുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം തമിഴനായിരുന്നു. ഒരു ദിവസം ഈ മനുഷ്യൻ വലിയ കുട്ടളത്തിൽ വീണു. കുട്ടളം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇങ്ങനെ വലിയ പാത്രം ഉണ്ടല്ലോ, ചിലതൊക്കെ ഒത്തിരി സാധനങ്ങൾ ഒരുമിച്ചിട്ട് വേവിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അതിൽ എങ്ങനെയോ മനുഷ്യൻ വീണിട്ട് ഇത് രണ്ടാക്കി മടങ്ങി അദ്ദേഹത്തിൻ്റെ സീറ്റിംഗ് താഴേക്ക് ഇരുന്ന് പോയി. അദ്ദേഹത്തിൻ്റെ ബോഡി അതിൻ്റെ അകത്തേക്കായിപ്പോയി. അവസാനം കൈയും കാലും ഇങ്ങനെ ടൈറ്റായിട്ട് ഈ കുട്ടളത്തിനകത്ത് ഈ മനുഷ്യൻ ഇരിക്കുന്ന സമയത്ത് അവിടെ വീട്ടിൻ്റെ ഭാഗത്ത് ആരുമില്ല. ആ സമയത്ത് ഈ മനുഷ്യൻ അവിടെ നിന്ന് ആണ്ടവരേ എന്ന് വിളിക്കാൻ തുടങ്ങി. ആണ്ടവരേ. അപ്പം അതുവരെ ജീവിതത്തിൽ മര്യാദക്ക് നടന്ന കാലത്ത് ആണ്ടവരെ വേണ്ടായിരുന്നു. ഈ വീട്ടുകാരൻ പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തു, നീ കർത്താവിൽ വിശ്വസിക്കുക, ഒരു ദൈവമുണ്ട്, ഇയാൾക്ക് വേണ്ട. അങ്ങനെയൊന്നുമില്ല സാറേ, അതൊക്കെ വെറും സങ്കല്പം. പക്ഷേ ഈ ഊരിപ്പോരാൻ പറ്റാതെ കുട്ടളത്തിനകത്തിരുന്ന സമയത്താണ് ആണ്ടവരെ വിളിക്കുന്നത്. ഒത്തിരി പേര് ഇതുപോലെ എലിക്കത്രിയേൽ പോലെ ജീവിതം വഴിമുട്ടി നാശിച്ച് തകർന്നു കഴിയുമ്പോൾ ആണ്ടവരെ വിളിക്കും. എന്നാൽ അവരവരെ തന്നെ അച്ചടക്കത്തിൽ പ്രാർത്ഥനയിലും എല്ലാറ്റിലും നിർത്തി ജീവിതത്തെ ഗാർഡ് ചെയ്യാമെങ്കിൽ അനേക ഇതുപോലുള്ള കുട്ടളങ്ങൾ, പാത്രങ്ങൾ, അല്ലെങ്കിൽ ട്രാപ്പുകൾ നമുക്ക് ഒഴിവാക്കാം. ഈ തീവണ്ടി എപ്പോഴും പാളത്തിൽ ഓടുള്ളൂ അല്ലേ? മണ്ണിലൂടെ ഓടില്ല, വെള്ളത്തിലൂടെ ഓടില്ല, കരയിലൂടെ ഓടില്ല, റോഡിലൂടെ ഓടില്ല, മറ്റു വണ്ടിയൊക്കെ ഓടും. പക്ഷെ ട്രെയിന് 2 ട്രാക്കുണ്ട്, 2 റെയിൽ പാളമുണ്ട്, അതിലൂടെ മാത്രമേ ഓടും. കാരണം ആ റെയിൽ പാതയാണ് അതിൻ്റെ പാതയെ അല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്നത് അതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ട്രാക്ക് വേണം. ആ ട്രാക്കാണ് ദൈവവചനത്തിലുള്ളത്. ദൈവവചനത്തിൻ്റെ ട്രാക്കിലാണ് നമ്മുടെ തീവണ്ടി, ജീവിതമാകുന്ന തീവണ്ടി ഓടുന്നതെങ്കിൽ പാളം തെറ്റാതെ മര്യാദക്ക് എത്തേണ്ടിടത്ത് അത് എത്തിക്കോളും. What I'm trying to say is that discipline keeps life on track. ഈ ട്രാക്ക് എന്ന് പറയുന്നതാണ് ഡിസിപ്ലിൻ. റെയിൽവേ പാളം, അതിലൂടെ ഓടിയാൽ മതി. താഴേക്കിറങ്ങി ഡീറെയിൽഡ് ആയിട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമ്പർ 4, ഡിസിപ്ലിൻ ലീഡ്സ് ടു ലോങ് ടേം ഫ്രൂട്ട്. അച്ചടക്കമുള്ള ജീവിതം, അച്ചടക്കമുള്ളവരെ ചുറ്റും നോക്കിക്കോളും. വളരെ ഡിസിപ്ലിൻഡായിട്ട് ജീവിക്കുന്ന ആളുകളെ നോക്കിക്കോളും. അവർക്ക് എന്തുണ്ട്? ലോങ് ടേം ഫ്രൂട്ടുണ്ട്. അനേക വർഷങ്ങളിലേക്ക് ആയുസ് വരെ നിൽക്കുന്ന ഫ്രൂട്ട്, ഫലം അവരിൽ കാണും. ഇന്നത്തെ മനുഷ്യൻ ഈ ഫാസ്റ്റ് പേസ്ഡ് വേൾഡിലാണ്. ഫാസ്റ്റ് ട്രാക്ക്, എവിടെയും ചെന്നാൽ ഫാസ്റ്റ് ട്രാക്ക് ഉണ്ടോ എന്ന് നോക്കും, ഫാസ്റ്റ് ഫുഡ് ഉണ്ടോ എന്ന് നോക്കും, എല്ലാം ഫാസ്റ്റ് ആയിരിക്കണം.
ഫാസ്റ്റ് പാസഞ്ച്, എല്ലാം ഫാസ്റ്റാകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നിനും ക്ഷമയില്ല. സോഷ്യൽ മീഡിയയിൽ പോലും 8.75 സെക്കൻഡ്സ് എന്താണ് ആധുനിക മനുഷ്യൻ്റെ അറ്റൻഷൻ സ്പാൻ. അതിനുള്ളിൽ അവർ കൈകൊണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നൊരു സ്വഭാവമാണ് മനുഷ്യനുള്ളത്. അത്രത്തോളം അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു. എന്നാൽ അപ്പം മെനി പീപ്പിൾ സീക്ക് ക്വിക്ക് സക്സസ്. പെട്ടെന്ന് ജീവിത വിജയം കാണാനാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിനുവേണ്ടി ഗെറ്റ് റിച്ച് ക്വിക്ക് കേട്ടിട്ടുണ്ടോ? പെട്ടെന്ന് ധനവാനാകാനുള്ള, പെട്ടെന്ന് വലിയ വിജയത്തിലെത്താനുള്ള ആഗ്രഹമാണ് പലരുടെ അകത്ത് കിടക്കുന്നത്. ബട്ട് ഗോഡ് വർക്ക്സ് ത്രൂ കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത്. ഇന്ന് ദൈവം നമ്മളെ നടത്തുന്നത് എങ്ങനെയാണ്? വളരെ സ്ഥിരതയോടെ, ചിലപ്പോൾ പെട്ടെന്ന് റിസൾട്ടൊന്നും കണ്ടില്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയി ദാവീദിൻ്റെ ലൈഫ് അതല്ലേ, യോസഫിൻ്റെ ലൈഫ് അതല്ലേ, ഡാനിയലിൻ്റെ ലൈഫ് അതല്ലേ, ദൈവഭക്തന്മാരായ എല്ലാവരുടെയും, മോശയുടെ ലൈഫ് അതല്ലേ, യേശുവിൻ്റെ ലൈഫ് അതല്ലേ, എല്ലാവരുടെയും ലൈഫ് അതല്ലേ. So small acts of obedience repeated daily create powerful harvest over time. അപ്പോൾ കുറേശ്ശെയുള്ള ആക്ട്സ് ഓഫ് ഒബീഡിയൻസ്, അനുസരണം അല്ലേ, റിപ്പീറ്റഡ് ഡെയിലി, ദിവസവും അത് ചെയ്തുകൊണ്ടിരുന്ന കുറേശ്ശെ ദൈവത്തെ അനുസരിച്ച്, അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി അനുസരിച്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കോച്ചായിരിക്കാം, ട്രെയിനറായിരിക്കാം, അയാളെ അനുസരിച്ച് ദിവസവും തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നാൽ ഇറ്റ് ക്രിയേറ്റ്സ് എ പവർഫുൾ ഹാർവസ്റ്റ് ഓവർ ടൈം. നാളുകൾ കഴിയുമ്പോൾ അതൊരു ഭയങ്കര റിസൾട്ടായിട്ട് മാറും. ചില വചനങ്ങൾ, ഗലീഷ്യൻസ് 6:9, ഗലാത്യ ലേഖനം 6:9, അറ്റ് ദ പ്രോപ്പർ ടൈം വി വിൽ റീപ്പ് എ ഹാർവസ്റ്റ് ഇഫ് യു ഡു നോട്ട് ഗിവ് അപ്പ്. നമ്മൾ നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് ഒരു വലിയ കൊയ്ത്തുണ്ടാകും. Psalm 1:3, സങ്കീർത്തനങ്ങൾ 1:3, like a tree planted by streams of water yielding fruit in season. അവിടെ പറയുന്ന ആറ്റരകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷത്തോട് സദൃശ്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ. ജെയിംസ് 5:7, യാക്കോബിൻ്റെ ലേഖനം 5:7, See how the farmer waits for the land to yield its valuable crop. വിലയേറിയ വിളവെടുപ്പിന് വേണ്ടി ഒരു കൃഷിക്കാരൻ ഭൂമിയുടെ വിളവെടുപ്പിന് വേണ്ടി ദീർഘക്ഷമയോടുകൂടെ കാത്തിരിക്കുന്നു. ഇതുപോലൊരു കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിലും ആവശ്യമാണ്. നമ്മളിങ്ങനെ ഓർക്കുക, ഡിസിപ്ലിൻ ടുഡേ ബിക്കംസ് ബ്ലെസ്സിങ് ടുമോറോ. ഇന്നത്തെ അച്ചടക്കം നാളത്തെ അനുഗ്രഹമാണ്. അതൊന്ന് കമൻറ്റ് സെക്ഷനിലൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടോ? ഈ വചനങ്ങൾ ടൈപ്പ് ചെയ്തിടണം. നിങ്ങളുടെ നോട്ട്സ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിലേക്ക് ഇടുക. ഇന്നത്തെ അച്ചടക്കം നാളത്തെ അനുഗ്രഹമാണ്. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിടുക. ഇംഗ്ലീഷിലിടാം, മലയാളത്തിലിടാം, എഴുതി വെക്കുക. ഒരു മ്യൂസീഷ്യൻ, അയാളെ എടുത്താൽ അയാൾ ഒരു സംഗീതജ്ഞനാകണം, ഒരു വയലിനിസ്റ്റാകാം, ഗിറ്റാറിസ്റ്റാകാം, കീബോർഡിസ്റ്റാകാം, ആരും ആയിക്കോട്ടെ. അദ്ദേഹം അനേക വർഷങ്ങൾ സ്കെയിൽസും ഒക്കെ പ്രാക്ടീസ് ചെയ്താണ് ഒരു പബ്ലിക് പെർഫോമൻസിൽ പോകുന്നത്. അതിനു മുമ്പുള്ള ദി എമൗണ്ട് ഓഫ് ടൈം ദാറ്റ് പേഴ്സൺ ഹാസ് സ്പെൻഡ് ഫോർ പ്രാക്ടീസിങ് ആരും കാണുന്നില്ല അതൊക്കെ. പക്ഷേ അതിൻ്റെ റിസൾട്ടാണ് പബ്ലിക് സ്റ്റേജിൽ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൺക്ലൂഷൻ ഇതാണ്: പ്രൈവറ്റ് ഡിസിപ്ലിൻ പ്രൊഡ്യൂസേഴ്സ് പബ്ലിക് എക്സലൻസ്. സ്വകാര്യമായി, രഹസ്യമായി നമ്മളെ തന്നെ അച്ചടക്കം നടത്തിയാൽ, പരിശീലിപ്പിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്നത് പൊതുവായുള്ള ഉത്കൃഷ്ടതയാണ്. അനേകർ അഭിനന്ദിക്കുന്ന, ഒരുപക്ഷെ സമ്മാനങ്ങളും അവാർഡുകളും പാരിതോഷികങ്ങളും വാങ്ങിക്കൂട്ടാൻ പറ്റിയ ഒന്നിലേക്ക് പോകും. ഞാനിത് കേൾക്കുന്ന വിദ്യാർത്ഥികളോട്, അല്ലെങ്കിൽ ട്രെയിനീസ് ആയിട്ടുള്ളവരോട്, എല്ലാ ഏജിലുള്ളവരോടും പറയാം, ഇന്നു മുതലെങ്കിലും നമ്മളെ തന്നെ ഡിസിപ്ലിൻ ചെയ്ത്, സമയം ചെലവഴിക്കുന്ന കാര്യമെല്ലാം ഡിസിപ്ലിൻ ചെയ്ത് പോകാമെങ്കിൽ നാളുകളിൽ ഭയങ്കരമായ ഒരു ഉത്കൃഷ്ടമായ ഉന്നതമായ അവസ്ഥയിൽ ദൈവം നമ്മളെ എത്തിക്കും. കൈനീട്ടി പ്രാർത്ഥിക്കും. കർത്താവെ, ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. വലിയ വിടുതലും ബ്ലെസ്സിങ്ങും എല്ലാവരിലും കർത്താവ് കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവിൻ്റെ ബ്ലെസ്സിങ്സ് എല്ലാവരുടെ മേലെ ഇറങ്ങി വരട്ടെ. താങ്ക് യു ജീസസ്. ഈ ഗംസ് അല്ലെങ്കിൽ മോണയിലൊക്കെ എന്തോ പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ.
അതുപോലെ പൈൽസ് രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നികൾ സൗഖ്യമാകട്ടെ. ആന്തരിക അവയവങ്ങൾ സൗഖ്യമാകട്ടെ. മനപ്രയാസമുള്ളവരുടെ ആ മനപ്രയാസം മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ പരീക്ഷ എഴുതുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ആ വിദ്യാർത്ഥികളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ബ്ലസ് ചെയ്യുന്നു. അങ്ങയുടെ നാമത്തിൽ ഇത് കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുന്നു. ആമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കുക. നിങ്ങളുടെ വാട്സപ്പ് സ്റ്റേറ്റസിലൊക്കെ ഇടുക. ഗോഡ് ബ്ലസ് യു ഓൾ. സീ ടുമോറോ. ബൈ.